Hey all, it's our day 3 at Tirupati and ഇന്നൊരു കേരള സാരി കൊടുത്തിട്ട് തിരുപ്പതി കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ പോലെ അല്ല, രാവിലെ 2 to 4 മണിയായിരുന്നു ഫംഗ്ഷനൊക്കെ. സോ കല്യാണത്തിനൊന്നും പോയില്ല. അപ്പം ഞങ്ങൾ രാവിലെ ഇസ്കോണിക്ക് പോകാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാം. ബൈ. ദിസ് ഈസ് അവർ ടീം: നിഖിൽ, അനൂപ്, അർഷാദ്, അർജുൻ ആൻഡ് അമൽ. Tirupati ISKCON is just 850 meters from our Airbnb. So we thought to walk. ഞങ്ങളിപ്പോൾ നല്ല വിശന്നിരിക്കുക രാവിലെ, അപ്പം ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് പൊടി ഇഡ്ഡലി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും പൊടി ഇഡ്ഡലി കഴിച്ചു. അമ്പലത്തേക്ക് പോകാൻ ഇറങ്ങിയത് മഴ പെയ്തു കേട്ടോ. വല്ലാത്ത രാശിയാണ് മഴയ്ക്ക്. ഞങ്ങൾ എപ്പോൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയാലും മഴയാണ്. സോ നമ്മളൊരു ഓട്ടോ പിടിച്ചാൽ പോയെ. ആ ഓട്ടോയിൽ പോണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ പിങ് ചെയ്യാം. ഡു വാച്ച്. And for those who don't know ISKCON, it is International Society for Krishna Consciousness, which is also known as the Hare Krishna movement. Was founded in 1966 by A.C. Bhaktivedanta Swami Prabhupada. ISKCON temples are dedicated to the worship of Lord Krishna and promote the teaching of the Bhagavad Gita and other Vedic scriptures. The movement emphasizes the practice of Bhakti Yoga, which involves chanting, devotional singing, and community service. ISKCON temples are known for their vibrant spiritual atmosphere, beautiful deities, and active cultural and religious programs. They also run educational initiatives, food distribution programs like the famous Food for Life, and various social welfare activities. As of now, there are over 850 ISKCON temples and centers worldwide, spread across more than 100 countries. Some of the most famous ISKCON temples are located in Vrindavan, India, Mayapur in USA. The movement has a significant global presence with temples in major cities across the Americas, Europe, Asia, Africa and Australia. ഞങ്ങളങ്ങനെ ഇസ്കോണിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി. ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. നമ്മുടെ തെലുങ്ക് സിനിമകളിലൊക്കെ ഒരു വില്ലനായിട്ടുള്ള അമ്പലം ഫസ്റ്റ് ഫ്ലോറിൽ. ആ ഫ്ലോറിൽ നിന്ന് മുതൽ സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെ ഈ ചുറ്റുമില്ലേ ഫുൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയായിരുന്നു. നിറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ജന്മാഷ്ടമി പ്രസാദം, അങ്ങനെ കുറേ പ്രസാദംസ്, ലഡൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. ഓൾസോ ക്ലോത്തൊക്കെ ഉള്ളൊരു സെക്ഷൻ, കീ ചെയിൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ട്രിപ്സൊക്കെ അടിപൊളിയാവണത് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ബ്രെത്ത് ടേക്കിംഗ് സീനറി ആൻഡ് സ്റ്റണ്ണിങ് ബ്യൂട്ടി ഓഫ് ദ പ്ലേസസ്, but also because of the great company that makes the experience even more special, right? We got a very good company here and we are so grateful for that. ഞാൻ എൻ്റെ അനിയത്തീൻ്റെ അടുത്ത് പറയുമായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു, അടിപൊളിയായിരുന്നു എന്ന്. അപ്പോൾ ആണ് നേരിട്ട് ചോദിക്കുക, ഓ തന്ത വൈബായിരുന്നു എന്ന്. എനിവേ, വി ലവ്ഡ് ദ ട്രിപ്പ്, not only because of the place we visited, but also because of you guys. We loved you. Also, only because of you guys we visited these many places. Otherwise, we will have another plans for sure. എല്ലാ അമ്പലത്തിലെയും പോലെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും ലാസ്റ്റ് പ്രസാദം കിട്ടിയേ. പക്ഷേ ഇത് ഏറ്റവും വേസ്റ്റ് ടേസ്റ്റ് ഇവിടെ നിന്നായിരുന്നു. മേ ബി നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ കുഴപ്പവും മലയാളീസിൻ്റെ. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറിയൊക്കെ വെച്ച്, ഇവർ ട്രെയിനിൽ പോകുമ്പോൾ ഇതൊന്നും വായിക്കാണ്ടേ പോയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവർ എല്ലാവരെയും കുറിയിട്ടിട്ട് കാണും കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു ഞാൻ. ഇവർക്ക് ട്രെയിൻ 2:15. സോ ഒരു 12 മണിയായി ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവർ നേരെ റൂമിൽ പോയി. ഞങ്ങൾ വീണ്ടും ഒന്ന് കറങ്ങാൻ പോയി. ഇവിടെ അടുത്ത് മാർക്കറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു തിരുപ്പതിയിൽ. എവിടെ ചെന്നാലും അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. എനിവേ, ഐ ലവ് ഷോപ്പിംഗ് ടു. കുറച്ച് കാശ് കിട്ടുന്നു. ഇവിടെ അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടൻ പറഞ്ഞ് 100 രൂപ വേണമെന്ന് കൊണ്ടാക്കാൻ. പക്ഷേ ഊബർ വിളിച്ചപ്പോൾ ആകെ 54 രൂപയുള്ളൂ. സോ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഊബർ വിളിച്ചോളൂ ഗൈസ്, യു ക്യാൻ സേവ് എ ലോട്ട്. ഞങ്ങൾക്ക് പക്ഷേ അധികം സമയമൊന്നും ഷോപ്പ് ചെയ്യാൻ കിട്ടിയില്ല കേട്ടോ. ഒരു 2:15 അവർ പോണതിൻ്റെ മുന്നേ നമ്മളവിടെ എത്തി. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കയറിയത് ഒരു കടയിലായിരുന്നു. ഒരു കടയിലാണ്. സോ 170 റുപ്പീസായിരുന്നു എല്ലാ സാധനത്തിനും. സോ ഞങ്ങൾ കുറച്ച് ബാഗൊക്കെ മേടിച്ചു. വെർത്താണ് തോന്നിയിട്ടുള്ള ബാഗേ മേടിച്ചുള്ളൂ, അല്ലാണ്ട് വെറുതെ കാശൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ഒരു സാരിക്കടയിൽ കയറി. ഇവിടുത്തെ സാരിക്കടകൾ കണ്ടപ്പോൾ എനിക്ക് ബാംഗ്ലൂർ നൊസ്റ്റു പിടിച്ചു. ബാംഗ്ലൂരിൽ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയാൽ നമ്മളവിടെ ഇരുന്ന് അവർ സാരിയൊക്കെ കാണിച്ചു തരും. പക്ഷേ ബാംഗ്ലൂരിലത്തെ ആൾക്കാരൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇവിടെ അവർക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോ എടുത്തിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ.
ആസ് യൂഷ്വൽ ഞാൻ ഇവിടുന്ന് ഒരു ഹാൻഡ്ലൂം സാരി മേടിച്ചു. ഞാൻ ഈ കടന്ന് ഒരു മധുരൈ പട്ട് എന്ന് പറഞ്ഞിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു സാരി. അതിൻ്റെ ഒരു വേറെ പീസ് മേടിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോയി. അവരോടൊരു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വ്ളോഗ് എടുത്തില്ല. ഹലോ ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം ടൗൺ. ഇറ്റ്സ് അറൌണ്ട് 3:30 ആൻഡ് വി ഹാവ് ട്രെയിൻ അറ്റ് 4:05. സോ ബൈ 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 അവർ Airbnb. പോവാം. വി ആർ സേയിങ് എ ഗുഡ് ബൈ ടു തിരുപ്പതി. ലഗേജിൻ്റെ അളവ് ലേശം കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഫുൾ റെഡിയായി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി. ഒരു കഷ്ടിച്ച ട്രെയിൻ കിട്ടിയെന്ന് പറയാം. ഞങ്ങൾ ട്രെയിൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുന്നേ ഒക്കെ നോക്കിയപ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു. പക്ഷെ ഒരു 4:30 എടുത്ത് നോക്കിയപ്പോൾ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കണു തിരുപ്പതിയിൽ. ഇനി ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ മേടിക്കണം വിചാരിച്ചിരുന്ന ഈ തലോണ. എനിവേ ട്രിപ്പ് കഴിയാറായപ്പോൾ കിട്ടി. പിന്നെ ഞങ്ങൾ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷെ അവർ പറ്റിച്ചു ഞങ്ങളെ. പക്ഷെ റീഫണ്ട് കിട്ടിയിട്ടോ. ഞാൻ ആദ്യമായിട്ടായിരുന്നു സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അതാണെങ്കിൽ ഇങ്ങനെയായി. പിന്നെ ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ജേണി ഞങ്ങൾ തിരിച്ച് എറണാകുളത്തെത്തി വിത്ത് എ ലോട്ട് ഓഫ് മെമ്മറീസ്. And I'm eagerly waiting for my next trip. Bye bye. See you in another vlog.